അമിതാവേശത്താൽ ഹരിയാനയും ആവേശമില്ലായ്മയിൽ മഹാരാഷ്ട്രയും നഷ്ടപ്പെട്ടുവെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതെല്ലാം ലാഭം തന്നെയാണ്. 2014-ലും 2019-ലും വൻ തകർച്ച നേരിട്ട കോൺഗ്രസിന് കാവലാളായത് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു കേരളം തന്നെയാണ്. ആ കേരളത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുഴുവൻ വീണ്ടും വ്യാപിക്കുമെന്ന ഭയവും എതിരാളികൾക്ക് ഇല്ലാതെയില്ല. സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും ഇന്നും കേരളത്തിലെ കോൺഗ്രസുകാർ കേന്ദ്രത്തെ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കഴിഞ്ഞ കേരള ഭരണം കപ്പിനും ചുണ്ടിനുമിടയ്ക്കാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. അതിന്റെ മുഖ്യ കാരണമായത് ഉമ്മൻചാണ്ടിയുടെ അനാരോഗ്യവും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും കൊള്ളയും അഴിമതികളും തട്ടിപ്പും അന്നത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്ര അനുകൂല സാഹചര്യമായിരുന്നിട്ടും രമേശ് ചെന്നിത്തലയുടെ സെൽഫിഷ് സ്വഭാവത്തിനാൽ ഒന്നും ഏശാതെ പോയി. ഉദാഹരണമായി പറഞ്ഞാൽ ഓരോരോ വിഷയങ്ങളും ഓരോരോ നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. പണ്ട് കരുണാകരൻ TH മുസ്തഫയെയും TM ജേക്കബിനെയും ബാലകൃഷ്ണൻ പിള്ളയെയും ഒക്കെ അദ്ദേഹത്തിന്റെ നാവായി പ്രയോഗിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദിനെയും KC ജോസഫിനെയും ബെന്നി ബെഹനാനെയും ഒക്കെ തന്റെ നാവായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിണറായി വിജയനാണെങ്കിൽ MM മണിയെയും AK ബാലനെയും, എന്തിനധികം പറയുന്നു PV അൻവറിനെ വരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. AK ആന്റണി ആയിരുന്നെങ്കിൽ VM സുധീരനെയും ഉമ്മൻചാണ്ടിയെയും MM ഹസനെയും ഒക്കെ തന്റെ നാവായി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല സ്വർണ്ണക്കടത്തുകൾ സ്വന്തം പ്രസ് കോൺഫറൻസിലും കടലിനെ ബാധിക്കുന്ന വിഷയങ്ങൾ TN പ്രതാപനെ കൊണ്ടും സ്പ്രിംഗ്ലർ പോലുള്ള വിഷയങ്ങൾ VD സതീശനെ കൊണ്ടും വോട്ടർ ലിസ്റ്റ് തട്ടിപ്പുകൾ K സുധാകരനെ കൊണ്ടുമൊക്കെ ജനങ്ങളിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പല വഴിക്കുള്ള അറ്റാക്കുകളിൽ പിണറായി വിജയൻ കുടുങ്ങിയേനെ. കൂടാതെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ലാതെ മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതിരുന്ന ഉമ്മൻചാണ്ടിയെ നേരിട്ട് പെണ്ണുകേസിൽ പെടുത്തിക്കൊണ്ട് കടന്നാക്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് മൃദു സമീപനത്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നതാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പോലും ഉയർന്നു വന്നിരുന്ന പ്രധാന വിമർശനം. കൂടാതെ 5 കൊല്ലം പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ജയസാധ്യതയുള്ള ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കേവലം ദിവസങ്ങൾക്ക് മുൻപേയാണ്. ബാലികേറ മലയായിരുന്ന കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് കുത്തിയിരുന്ന് പണിയെടുത്തപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയം നേടിയ കേരളത്തിൽ കൊടുങ്ങല്ലൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വന്നത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞതുമില്ല. 5 കൊല്ലം മാറി മാറി ഭരണം വരുമെന്ന അമിത ആത്മവിശ്വാസവും സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവർ ഉണ്ടെന്ന മണ്ടൻ വിശ്വാസവുമൊക്കെ ഭരണമില്ലാതാക്കി. അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളും ഒരു പരിധിവരെ കോൺഗ്രസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ലീഡർ കരുണാകരൻ ഏകദേശം 20ഓളം കൊല്ലം ഈ തെരഞ്ഞെടുപ്പുകൾ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഓരോരോ ഭാഗത്തും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തലപൊക്കുകയും പരസ്പരം കാലുവാരുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മുന്നണിയിൽ ലീഗുമായും അസാരസ്യങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏത് വിധേനയും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാക്കാമെങ്കിൽ കോൺഗ്രസ് സാധ്യതകൾ വർദ്ധിക്കുക തന്നെയുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നേതാക്കളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പലരും മനസ്സിനുള്ളിൽ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുകയുമാണ്. പക്ഷേ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനെയും മുന്നിൽ 2 DCC പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും മാറ്റാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വീണ്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മണ്ഡലം തിരിച്ചപ്പോൾ 55 മുതൽ 60 മണ്ഡലങ്ങൾ വരെ അവർക്ക് ഈസി വാക്കുകൾ പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവയെ മറികടക്കണമെങ്കിൽ തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ മാനേജ്മെന്റ് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ജയസാധ്യത വളരെ കഷ്ടത്തിലാകും. KPCC പ്രസിഡന്റായി റോജി M ജോണിനെയോ മാത്യു കുഴൽനാടനെയോ VT ബൽറാമിനെയോ ഡീൻ കുര്യാക്കോസിനെയോ ആക്കിയാൽ സംഗതി ആകപ്പാടെ കലങ്ങി മറിയുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ചെറുപ്പക്കാരെയും കോൺഗ്രസിലെ MM പോലുള്ള ചില നേതാക്കൾക്കെതിരെയും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ കോൺഗ്രസിന് അത് ഗുണമാകുമെന്നുള്ള വാദങ്ങളുണ്ട്. UDF കൺവീനർ സ്ഥാനത്തേക്ക് പകരം T സിദ്ദിഖിനെയോ ഷാഫി പറമ്പിൽ പോലുള്ളവരെയും വളരെയധികം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരെ നിർദ്ദേശിക്കാവുന്നതുമാണ്. ഇങ്ങനെയൊരു ഞെട്ടിക്കൽ തീരുമാനം നേതാക്കൾക്ക് എടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും എന്നത് തന്നെയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള വിശദീകരണം. അല്ലെങ്കിൽ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെ തകർന്ന് തരിപ്പണമാകുന്നതും നമ്മൾ നേരിട്ട് കാണേണ്ടി വരുമെന്നും കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായാണ് വീണ്ടും LDF ഭരണം തിരിച്ചുപിടിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ UDFന് വലിയ വെല്ലുവിളിയായിരുന്നു. ഇനി 2026 എത്തുമ്പോൾ അതിന് ഉതകുന്ന തരത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും ഒരു പണിയെടുക്കുന്നതായോ അല്ലെങ്കിൽ അതിനുള്ള തീവ്ര ശ്രമമോ കാണുന്നില്ല. UDFന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം 2021 ശേഷം കേരളത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂല സാഹചര്യമായിരുന്നു. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് ഇടയിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന് അനുകൂല സാഹചര്യം തന്നെയായിരുന്നു. പുതുപ്പള്ളിയാണെങ്കിലും തൃക്കാക്കരയിലാണെങ്കിലും
വയനാട്ടിലും സഹതാപ തരംഗം ഏൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നേറാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ശേഷം ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ ലീഡ് നില ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. വയനാട്ടിലും പാലക്കാടിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തരംഗം പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തരംഗവും കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടും പ്രിയങ്ക MP ആയതിനു ശേഷം ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും അവർ പലസ്തീനു വേണ്ടിയും ബംഗ്ലാദേശിനു വേണ്ടി ശബ്ദമുയർത്തുന്നതുകൊണ്ടും പ്രിയങ്ക തരംഗം ഇപ്പോൾ ഇന്ത്യയിൽ ആകമാനം നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു തരംഗം അത് കേരളത്തിന് സാരമായി തന്നെ അനുകൂലമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി 2026 എത്തുമ്പോഴത്തേക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് വീണ്ടും അനുകൂലമാകും എന്നുള്ള മന്ദഗതി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് നല്ല കാലം വന്നപ്പോൾ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ അവകാശവാദികളുടെയും എണ്ണം കൂടി എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും വിജയത്തിനുള്ള കാരണം താനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയത്. കൃത്യമായി പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പക്ഷവും KPCC അധ്യക്ഷനായ K സുധാകരന്റെ പക്ഷവും KC വേണുഗോപാൽ കേരളത്തിലെത്തിയതിനു ശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന്റെ ഒരു പക്ഷവും, ഇതൊന്നുമല്ല രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പക്ഷവും, അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പക്ഷം ചേരൽ രൂക്ഷമാണ്. മാത്രമല്ല VD സതീശൻ അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ ആകണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏറിയ മറ്റൊരു പക്ഷവും ഇപ്പോൾ സജീവമായി വരികയാണ്. ഇതെല്ലാം തന്നെ 2026 ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് അടുക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാവുക 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് തന്നെയായിരിക്കും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് CPMന്റെ ഭാഗത്ത് നിന്ന് തദ്ദേശ വാർഡ് പുനർവിഭജനം എല്ലാം തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ആ ട്രെൻഡ് അനുസരിച്ച് കൊണ്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വാഴും എന്ന് തീരുമാനിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് 2021 ശേഷം 2026 എത്തുമ്പോൾ മറികടക്കാനുള്ള കടമ്പകൾ ഏറെയാണ്.